പാലാ മുണ്ടാങ്കലിൽ 3 പേരുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. ഓഗസ്റ്റ് 5-നാണ് ഈ അപകടമുണ്ടായത്. അമിത വേഗത്തിലെത്തിയ വാഹനം ഇരുചക്ര വാഹനത്തെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. നിതിൻ തോമസ് വിവരങ്ങളുമായിട്ടുണ്ട്. നിതിൻ, ഞെട്ടിപ്പോകുന്ന അപകടമാണ്. ഇതെന്തായിരുന്നു? അമിതവേഗവും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിരുന്നോ? ദിവിഷ്, നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് അമിത വേഗം കാരണമാണ്. അതുപോലെ തന്നെ ഈ മറുവശത്തായിട്ട് ഓവർടേക്ക് ചെയ്തു വരികയായിരുന്നു വാഹനം. മഴയുണ്ടായിരുന്നു. മഴയുള്ളത് കൊണ്ട് തന്നെ റോഡിൽ വെള്ളത്തിൻ്റെ അംശവും ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് വാഹനം തെന്നിപ്പോകാനുള്ള സാധ്യതയുമുണ്ട്. അത്തരത്തിലാണ് ഈ ഒരു അപകടം നടന്നിരിക്കുന്നത്. CCTV ദൃശ്യങ്ങളിൽ ആ അപകടത്തിൻ്റെ ഒരു ആഴം അല്ലെങ്കിൽ ഒരു ഭീതി വ്യക്തമാണ്. കാരണം 2 ഇരുചക്ര വാഹനങ്ങളെയാണ് ഇടിച്ച് തെറിപ്പിച്ചിരിക്കുന്നത്. 3 പേർക്കായിരുന്നു ജീവൻ നഷ്ടമായത്. മേലുകാവ് സ്വദേശി ധന്യ സന്തോഷ്, അന്തിനാട് സ്വദേശി ജോമോൾ ബെന്നി, മകൾ അന്നാമോൾ എന്നിവരായിരുന്നു മരിച്ചത്. ജോമോൾ ബെന്നിയും അതുപോലെ തന്നെ മകൾ അന്നാമോളും സഞ്ചരിച്ചിരുന്ന ഒരു ഇരുചക്ര വാഹനം, അതുപോലെ തന്നെ ഒരു സ്ത്രീ സഞ്ചരിച്ചിരുന്ന ഇരുചക്ര വാഹനം, 2 വാഹനങ്ങളെയും ഇടിച്ച് തെറിപ്പിച്ച് ഒരു 10-20 മീറ്ററോളം ദൂരം ഇടിച്ച് തെറിപ്പിച്ച് വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഈ CCTV ദൃശ്യങ്ങളിലൂടെ വ്യക്തമാവുന്നത്. ആ ഒരു അപകടത്തിൻ്റെ വ്യാപ്തി നമുക്ക് മനസ്സിലാവും. ഇത്തരത്തിൽ മഴയുള്ള സമയമുണ്ട്, അതുപോലെ തന്നെ അമിത വേഗം, ഇതെല്ലാം തന്നെ ഈ അപകടത്തിന് കാരണമായിരുന്നു. കഴിഞ്ഞ ഓഗസ്റ്റ് 5-ാം തീയതി ആയിരുന്നു ഈ ഒരു അപകടം ഉണ്ടായത്. പാലാ തൊടുപുഴ റോഡിൽ മുണ്ടാങ്കൽ പള്ളിക്ക് സമീപം വെച്ചിട്ടായിരുന്നു ഇത്തരത്തിലൊരു ദാരുണ സംഭവം ഉണ്ടായത്. ദിവിഷ്, ശരി, എന്തായാലും ഞെട്ടിപ്പിക്കുന്ന ഒരു അപകടത്തിൻ്റെ ദൃശ്യങ്ങളാണ്. 3 പേരുടെ മരണമാണ് സംഭവിച്ചത്. ജോമോൾ ബെന്നി, ജോമോളിൻ്റെ മകൾ അന്നാമോൾ 12 വയസ്സ് മാത്രമാണ് പ്രായം. അപ്പോൾ മേലുകാവ് സ്വദേശിയെ ധന്യ 35 വയസ്സ്. ഇങ്ങനെ 3 പേരുടെ മരണമാണ് സംഭവിച്ചത്. നിതിൻ, ഈ വാഹനത്തിൽ ഈ ഇടിച്ച ആ കാറിൽ എത്ര 3-4 പേരുണ്ടായിരുന്നു എന്ന് തോന്നുന്നല്ലോ. അതിലെ പ്രധാന പ്രതി ചന്ദൂസ് അല്ലേ? ചെറുവിള വീട്ടിൽ ചന്ദൂസ് ആണ് അറസ്റ്റ് ആയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുന്നു. ഇവർ ആരൊക്കെയായിരുന്നു? ഇവരെ എന്ത് കഴിഞ്ഞ് വരികയായിരുന്നു? വാഹനത്തിൽ 3-4 പേരുണ്ടായിരുന്നു. ഇത് സംബന്ധിച്ച അന്വേഷണം ഇപ്പോഴും തുടരുന്നുണ്ട്. ഈ പാലാ തൊടുപുഴ റൂട്ടിലായിരുന്നു ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത്. അന്നേ ദിവസം അമിത വേഗത തന്നെയായിരുന്നു കാരണം. അമിത വേഗത, അതുപോലെ തന്നെ മറ്റൊരു വാഹനത്തെ ഈ ദൃശ്യങ്ങളിൽ നമുക്ക് വ്യക്തമാണ്. അപ്പുറത്തെ ലൈനിൽ ദൃശ്യങ്ങളാണ്. ഓഗസ്റ്റ് 5-നാണ് സംഭവിച്ചത്. ധന്യ, ജോമോൾ ബെന്നിയുടെ മകൾ അന്ന, അങ്ങനെ 3 പേർക്കാണ് ഈ അപകടത്തിൽ ജീവൻ നഷ്ടമായത്.